ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ട്. ഈ ഒരുപാട് പേര് എവിടെ ചോദിച്ചതെന്നാവും നിങ്ങളിപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും. സത്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളൊരു റീസെൻ്റ് ആയിട്ട് ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് കാവ്യമാധവന്റെ. കാണാത്തവർ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ്, ലിപ്സ്റ്റിക് ഏതാണ്, അതുപോലെ തന്നെ ഏതാണ്, ഫൗണ്ടേഷൻ ഏതാണ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ ഒക്കെ ഏതാന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിക്കവാറും കമന്റിൽ റീപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാലോ? അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ തീർച്ചയായിട്ടും കയറി നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളൊരു ബിഗിനറാണ്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ പോകെ പോകെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതേപോലെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു ആക്ട്രസ് ആയിട്ട് മാറുകയല്ല കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക് സർജറി ഒന്നല്ലല്ലോ ചെയ്യുന്നത്. നമ്മൾ അവരുടെ മേക്കപ്പ് അതേപോലെ നോക്കിയിട്ട് റീക്രിയേറ്റ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ കാവ്യമാധവൻ എല്ലാ മൂവിയിലും ഒരേ ലുക്കാണോ? അല്ലല്ലോ, പല ഡിഫറെൻറ്റ് ലുക്കിലല്ലേ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ നമുക്ക് ആ ഒരു ലുക്ക് നമ്മൾ അതേപോലെ കോപ്പി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം അത് ഞാനിവിടെ പറയാൻ കാരണം പലർക്കും ഡൗട്ട് ഉണ്ടാവും. ഇപ്പോൾ ഔട്ട്പുട്ട് വരുന്ന സമയത്ത് ഇത് കാവ്യമാധവനൊന്നും ആയിട്ടില്ലല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മൾക്ക് കാവ്യമാധവൻ എങ്ങനെയാവാൻ കഴിയുക? നമുക്ക് നമ്മളാവാനല്ലേ കഴിയുള്ളൂ. പക്ഷെ അവരുടെ ലുക്കും കാര്യങ്ങളും നമുക്ക് അതേപോലെ നമുക്ക് ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഫസ്റ്റിലേ കാണിക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീൻ ഏതാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് ഈ ഒരു പോൺസിന്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് നോക്കാൻ കാരണം ഇവിടെയാണ് ക്യാമറ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് അങ്ങോട്ട് നോട്ടം പോണതാണ്. പോൺസിന്റെ ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. നമുക്ക് ഓയിലി സ്കിൻ ഉള്ളവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഡെയിലി യൂസ് എന്നല്ല, ഡെയിലി പർപ്പസിന് നല്ലതായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. അത്യാവശ്യം അഫോർഡബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഒരു ഡെർമാക്കോന്റെ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് വന്നിട്ട് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. കാരണം ഇതിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഒരു വൈറ്റ് കാസ്റ്റ് കാര്യങ്ങളും ഇല്ല. ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓയിൽ സ്കിന്നുകാർക്ക് ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് ഈ ഒരു ഡെർമാക്കോന്റെ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ വന്നിട്ട് ഞാൻ യൂസ് ചെയ്യണ ഫൗണ്ടേഷൻ ആണ്. എൻ്റെ അടുത്ത് ഇപ്പം അധികം പ്രൊഡക്റ്റ് ഒന്നുമില്ല. കാരണം ഒരു നാൾ എൻ്റെ അടുത്തും ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു. കാരണം മാരേജിന് മുന്നേ മാരേജ് കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് അത്യാവശ്യം എല്ലാ സാധനങ്ങളും എൻ്റെ അടുത്ത് ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പൊ സത്യത്തിൽ അതൊന്നും സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഇതിലെന്നല്ല. ഒരു കുട്ടിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം സത്യത്തിൽ ഞാൻ വല്ലാതെ തലവൈബായിട്ടുണ്ടോ എന്നൊരു സംശയം ഇല്ലാതില്ല. കാരണം മറ്റെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതന്നെയാണല്ലോ നമ്മുടെ ഒരു മെയിൻ പാർട്ടാണല്ലോ ഈ സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത് അത് ഇങ്ങനെ ഫോളോ ചെയ്ത് പോവാ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണ ഫൗണ്ടേഷൻ വന്നിട്ട് ഈ പറയണ കളർ ബാറിന്റെ 04 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. നമുക്ക് ഇതിന്റെ സ്കിൻ ടോണിന് കറക്റ്റ് മാച്ചാണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഡെയിലി വേസിൽ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷനോട് എനിക്ക് വലിയ ലൈക്കില്ല. കാരണം നമുക്ക് ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും. അപ്പോൾ ഓഫീസിലൊക്കെ പോകുമ്പോൾ സൺസ്ക്രീനും മോയ്സ്ചറൈസർ പൗഡർ ഇതാണ് ഇടാറ്. പിന്നെ കണ്ണെഴുതും, അതേപോലെ തന്നെ ഹൈബ്രോ ഫില്ല് ചെയ്യും, ലിപ്സ്റ്റിക് ഇടും. ഇതന്നെ ഇടുമ്പോൾ നല്ല മേക്കപ്പ് ഇട്ട പോലെയാണ്. അപ്പോൾ പിന്നെ ഫൗണ്ടേഷൻ കൂടി ഇട്ട് എന്താവൂല്ലേ. അപ്പോൾ ഇത്രയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ നമുക്ക് ലൊക്കേഷനും എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് സെറ്റാണ് കേട്ടോ, നല്ല ഫൗണ്ടേഷനാണ്. പിന്നെ അതേപോലെ കണ്ണെഴുതുന്നതാണെങ്കിൽ മെയിനായിട്ട് ഞാൻ കണ്ണെഴുതുന്നത് ഈ ഒരു ഡാസിലറിന്റെ ഐലൈനർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഡാസിലറിന്റെ ഐലൈനറിനെ പറ്റിയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല. കാരണം ഇതറിയാത്ത ഒരു ഗേളും ഉണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ പഠിക്കുന്ന കാലം മുതലേ നമ്മൾ മേക്കപ്പ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ആദ്യം അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്യുന്ന ഒരു മേക്കപ്പ് പ്രൊഡക്റ്റാണ് ഈ ഒരു ഐലൈനർ എന്ന് പറയുന്നത് അല്ലേ. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ണെഴുതാതെ പുറത്ത് പോകാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഒരു ഐക്കിലർ വർഷനായിരുന്നു എന്ന് പറയാം. കണ്ണെഴുതാതെ ഞാൻ പുറത്ത് പോവില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അതിനുള്ള നേരമില്ല. അപ്പൊ എനിക്ക് ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ണെഴുതാൻ കുട്ടീനോട് ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ടീച്ചേഴ്സിന്, ഇതിനൊക്കെ എവിടുന്നാ നേരം കിട്ടണേ എന്നുള്ളത്. സത്യത്തിൽ ടീച്ചേഴ്സ് ഏതെങ്കിലും ടീച്ചേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിലേക്ക് പറ്റി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുന്ന സമയത്ത് സമയം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒട്ടും സമയം കിട്ടൂല. കാരണം ഇപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ച് രാവിലെ ഒരു ഓഫീസിൽ പോകുന്ന ടൈം എന്ന് പറയുന്നത് അത്രയും റിസ്ക് പിടിച്ചൊരു സമയമാണ്. കാരണം ഫുഡ് ആക്കണം, ഫുഡ് കഴിക്കണം, അതേപോലെ തന്നെ റെഡി ആവണം, കുട്ടീനെ കാര്യങ്ങൾ അങ്ങനെ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മേലെഴുതാൻ മാത്രമേ ടൈം കിട്ടുന്നുള്ളൂ.
അതിന് ഞാൻ ഇങ്ങനെയൊക്കെയോ എഴുതിയിട്ടാണ് പോണത്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ എഴുതുന്നുണ്ടെങ്കിൽ അവർ എഴുതിക്കോട്ടെ, അവർക്ക് അന്ന് ഇപ്പോൾ അതിനെ പറ്റിയിട്ടല്ലേ ചിന്തിക്കാനുള്ളൂ, വേറെ ടെൻഷനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അന്ന് എഴുതാൻ പറ്റാത്തവർക്ക് ഇന്ന് ഫ്രീ ആയിട്ട് എഴുതാമെന്ന് ആരും വിചാരിക്കേണ്ട. അന്നത്തെ അത്ര പോലും നമുക്ക് ഇന്ന് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈം ഉണ്ടാവില്ല. ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് കേട്ടോ. പിന്നെ അതുപോലെ കാജലിന്റെ കേസ് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യണത് പറഞ്ഞാല് കൊളോസലിന്റെ കാജലാണ്. അതെല്ലാം നമുക്കൊരു എന്താ പറയാ സ്മോക്ക്ഡ് ഐ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ഈ ഒരു കാജൽ അടിപൊളിയാണ് കേട്ടോ. ഇത് വന്നിട്ട് ADCന്റെ ഒരു പ്രോ ജെൽ ബ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജെൽ ടൈപ്പ് കാജലാണ്. ഇതിൽ തന്നെ പൗഡർ വരുന്നുണ്ട്, അതായത് ഇതേപോലെ ബ്ലാക്ക് പൗഡറും കൂടി വരുന്നുണ്ട് കേട്ടോ. ഇത് അടിപൊളിയാണ്, നമുക്ക് സ്മഡ്ജ് ചെയ്യുന്ന ലുക്കിനൊക്കെ അടിപൊളിയാണ്. പക്ഷെ ഈ കാജൽ ഒറ്റയ്ക്ക് ഇട്ടിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ അത്ര ലോങ് ലാസ്റ്റിംഗ് അല്ല. പക്ഷെ കാജൽ ഇട്ടതിന് ശേഷം ഈ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ സെറ്റ് സാധനമാണ്. ഇത് അത്യാവശ്യം അഫോർഡബിൾ ആണ്, നമുക്കൊരു 100 സംതിങ് ഇങ്ങനെ ഉള്ളൂ. ഇതിന് കൂടി ഒരു ബ്രഷും കൂടി ഉണ്ട് കേട്ടോ. ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 2 ലിപ്സ്റ്റിക്കാണ്. ഒന്ന് ലാക്മിന്റെ ന്യൂഡ് ട്വിസ്റ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡും അതേപോലെ തന്നെ ഡാസിലറിന്റെ ഒരു ഷെയ്ഡ് കേട്ടോ. ഡാസിലറിന്റെ ഷെയ്ഡിന്റെ നമ്പർ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് പറയാത്തത്. നമുക്കൊരു ഡാർക്ക് ലിപ് ലൈനർ യൂസ് ചെയ്തിട്ട് ഈ ഒരു ന്യൂഡ് ട്വിസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ അങ്ങനെയാണ് ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ലാക്മിൻ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ലാക്മിന്റെ ന്യൂഡ് ഡ്രീം, അതേപോലെ തന്നെ ലാക്മിന്റെ ന്യൂഡ് ട്വിസ്റ്റും ഉണ്ട്. അത് രണ്ടും നമുക്ക് ഡെയിലി ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ലിപ്സ്റ്റിക് ഷെയ്ഡാണ് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് സ്റ്റോറിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് അത്യാവശ്യം റേറ്റ് ഉണ്ട്, 400 സംതിങ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓൺലൈനിൽ എപ്പോഴും ഓഫർ ഉണ്ടാവും, നിങ്ങൾ അതെന്തായാലും ചെക്ക് ചെയ്തിട്ട് മാത്രം മേടിക്കുക കേട്ടോ. നമുക്കൊരു ഡെയിലി യൂസിനൊന്നും ആവശ്യമില്ലാത്ത 2 സാധനങ്ങളാണ് ഈ പറയുന്ന പ്രൈമറും അതേപോലെ തന്നെ ഈ പറയുന്ന ഹൈലൈറ്ററും കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വല്ല ഫംഗ്ഷൻസിനൊക്കെ വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ ഈ ഒരു ഹൈലൈറ്ററിന് വേറെ ഒരു ഉപയോഗം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു മനുഷ്യനുണ്ട്, നമുക്ക് മസ്കാര ഒന്നും ഇടാൻ അറിയില്ല എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മസ്കാര ഇട്ട് എന്താ പറയുക പോളൊരു ടൈം ഇല്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് നമ്മൾ ഹൈലൈറ്റർ ഉണ്ടല്ലോ അത് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ട് ഐലൈനർ ഒന്ന് വരച്ചു കൊടുട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ പ്രൈമർ, ഈ ഒരു എൻവൈബിന്റെ പ്രൈമറാണിത്. ഇത് പ്രൈമർ സംഭവം അടിപൊളി പ്രൈമറാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഡെയിലി യൂസിനൊന്നും നമുക്കതൊരു ആവശ്യമില്ല. പിന്നെ എൻ്റെ അടുത്തുള്ളതാണ് ഈ ഒരു ലാക്മിന്റെ ഐഷാഡോ പാലറ്റ്. ഈ ഒരു പാലറ്റ് സംഭവം അടിപൊളിയാണ്, കുഞ്ഞ് പാലറ്റ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം എല്ലാം, അതായത് ഒരു കാഷ്വൽ വെയർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഷെയ്ഡുകളും ഉണ്ട്. നമുക്ക് മിക്സ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒരുപാട് ഐ മേക്കപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കുഞ്ഞ് സംഭവത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു ബ്ലഷും കൂടി കാണിച്ചു തരാം കേട്ടോ. ബ്ലഷ് വന്നിട്ട് ഹുദ കളറിന്റെയാണ് ബ്ലഷ് വന്നിട്ട്. ഇത് അടിപൊളി ബ്ലഷാണ്, നല്ല പിഗ്മെന്റഡ് ആണ്, അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഇതിൽ ഷെയ്ഡ് നമ്പർ, അതായത് ഏത് ഷെയ്ഡാന്നുള്ളത് ഇന്ന് മാഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ, കാരണം കുറച്ചായി എൻ്റെ അടുത്തത്. ഒരു പീച്ച് ഷെയ്ഡാണ്, ഇതിൻ്റെ ഇങ്ങനെയാണ് വരുന്നത്, ഒരു പീച്ച് ഷെയ്ഡാണ്, നല്ല പിഗ്മെന്റഡ് ആണ് കേട്ടോ. കണ്ടില്ലേ, നല്ല പിഗ്മെന്റഡ് ആണ്, കണ്ടോ, നല്ല പിഗ്മെന്റഡ് ആണ് ഗൈസ്. ഞാൻ സത്യത്തിൽ നന്നായിട്ട് വേർക്കുന്നുണ്ട്, കാരണം ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും നിങ്ങൾക്ക്. ഫാൻ ഇട്ടിട്ടില്ല, നല്ല ചൂടുണ്ട്. പിന്നെ ഓഫീസ് ഇട്ട് വന്നതാണ്, ഫ്രഷ് ആയിട്ടില്ല. അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാതും ഉണ്ട് ഈ വീഡിയോയിൽ. പിന്നെയുള്ളതാണ് എൻ്റെ അടുത്ത് ഈ ഒരു മസ്കാര കേട്ടോ. ഈ മസ്കാര വന്നിട്ട് അടിപൊളിയാണ്, അതായത് നമുക്ക് വോളിയം ഉണ്ട് അതേപോലെ തന്നെ ലെങ്തനിങ് ഉണ്ട്, രണ്ടിനും പറ്റിയൊരു മസ്കാരയാണിത്. നമുക്ക് എന്താ പറയുക, ചിലവർക്ക് നല്ല ലെങ്ത് ഉണ്ടാവും, വോളിയം ഉണ്ടാവില്ല, ചിലവർക്ക് ലെങ്ത് ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പ്രൊഡക്റ്റ് മേടിച്ചാൽ മതി. നല്ല അഫോർഡബിൾ ആണ്, നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം, അടിപൊളിയാണ്. ഇതിൽ ഇത്രയും സംഭവങ്ങളാണ് എൻ്റെ അടുത്തുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അതൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലോ ഞാൻ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ എന്തായാലും പറയും, നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്ന വരെ അപ്പോൾ ഓക്കെ, ബൈ.